അല്ല പക്ഷേ പണി തുടങ്ങിയോ? അതെന്താ പറയാതിരുന്നേ? അയ്യടാ, ഞാനിത് തുടങ്ങുമ്പോൾ തന്നെ തൊട്ടെടുക്കണം. ഇതിപ്പോൾ എന്താ ചെയ്തോ? വാഷ് ചെയ്തോ? വാഷിങ് ചെയ്തു. ആ, എന്നിട്ടാണ് പോളിഷ് ചെയ്യാൻ തുടങ്ങിയത്. ഓഹോ പോളിഷിങ് മാത്രമേ ഉള്ളൂ, കട്ടിങ് ഇല്ല. കട്ടിങ്ങും കൂടി ആണെങ്കിലാണ് കൂടുതൽ ഗ്ലേസിങ്ങോ? കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമേ 2000 പേപ്പർ ഇട്ടുമ്പോൾ ഉരച്ച് മാറ്റ് പോലെ ആക്കും. മാറ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ പെയിന്റ് ചെയ്ത വണ്ടിയോ എവിടെയെങ്കിലും സ്റ്റെയിൻസോ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിയിട്ട് എല്ലാ ബോഡി എല്ലാവരും ഒരുപോലെയാവും. അത് കഴിഞ്ഞിട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിരിക്കും. അവാര് ലുക്കായിരിക്കും. ഷോറൂമിൽ നിന്ന് അപ്പോൾ ഇതിപ്പോൾ കട്ടിങ് പറഞ്ഞിട്ടില്ല. വണ്ടിയാണ്. അവര് പൈസയുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ഈ മിഷൻ്റെ ഒച്ച കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കില്ല, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ കട്ടിങ് ഇല്ല എന്നാണ് പറഞ്ഞത്. കട്ടിങ് ഇല്ലാതെ പോളിഷിങ് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കട്ടിങ് കൂടിയാണെങ്കിൽ കൂടുതൽ ഫിനിഷിങ്ങും കുറച്ച് കാലമല്ല നമ്മൾ ഉപയോഗിക്കും പോലെ നമ്മൾ വണ്ടി ഒത്തിരി നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ കിട്ടും. ഇതിപ്പോൾ അത് ഇല്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും നല്ല ഗ്ലേസിങ് ആയിരിക്കും. അപ്പോൾ വണ്ടി ഇതിപ്പോൾ ചെയ്യുന്നതിന് മുമ്പ്, വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും, വണ്ടിയുടെ ഒരു മാറ്റം. ഈ പോളിഷിങ്ങിൽ വണ്ടിക്ക് വരുന്നൊരു മാറ്റം. ഒരു പഴയ വണ്ടിയാണേ. അപ്പോൾ അതിലൊരു മാറ്റം. എന്തോ? റിന്യൂവിനുള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പം മൊത്തം വൃത്തിയാക്കണം അല്ലേ? എന്തായാലും മൊത്തം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ചെയ്യുന്നേ. ഒത്തിരി പണികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് കാണാം. ഒത്തിരി പണികൾ വരുന്നുണ്ട്. ഇതിപ്പോൾ കട്ടിങ്ങും കൂടെ ഇല്ലാത്തതാണ് കൊണ്ടാട്ടോ പെട്ടെന്ന് ഇത്ര ആയത്. അല്ലെങ്കിൽ ഇത്രയും സമയം ഈ വണ്ടി മൊത്തം കട്ടിങ്ങിലും കൂടെ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഈ വണ്ടി അത് കാണിക്കാൻ പറ്റിയില്ല. അടുത്ത വണ്ടിയിൽ നമുക്ക് കട്ടിങ്ങും കൂടെ കാണിക്കാം. ഇതിപ്പോൾ എത്ര സമയം എടുക്കും? ഒരു ദിവസത്തെ സമയത്തോടെ ചുരുങ്ങിയൊരു 10-15 മണിക്കൂർ വേണ്ടി വരും. അല്ലേ? ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി സമയം നമുക്ക് നോക്കണോ? നമുക്ക് വണ്ടി കൊടുക്കാം, പാർട്ടിക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു ദിവസം എന്തായാലും പിടിക്കുന്നതാണ് പറഞ്ഞത്. 1.5 ദിവസം പിടിക്കും. പോളിഷിങ് മാത്രം. കട്ടിങ്ങും കൂടെ വരുവാണെങ്കിലോ? ഒരു ദിവസം പണി പിന്നെയും കൂടും. ഇന്റീരിയലും കൂടെ വരുമ്പോഴോ പിന്നെ ഒരു 1/2 ദിവസം കൂടെ കൂടും. കട്ടിങ്ങും പോളിഷിങ്ങും ഇന്റീരിയർ വർക്കും കൂടെ ആണെങ്കിൽ 2.5 ദിവസം പണി വരും. ഓക്കെ. 2.5 ദിവസം. 2.5 ദിവസം കൊണ്ട് എന്തായാലും 2.5 ദിവസമാണെങ്കിൽ വണ്ടി നമുക്ക് കുട്ടപ്പനാക്കി കൊടുക്കാം അല്ലേ? ഓക്കെ. വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി അതേ ഒരു ഇതിൽ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഒരു വർഷം എന്തായാലും ഒരു വാറണ്ടി കൊടുക്കാമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഉറപ്പാണ്. കറണ്ട് പോകാതിരുന്നാൽ രക്ഷപ്പെട്ടു. കറണ്ട് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്. നമുക്ക് കറണ്ട് അത്യാവശ്യമാണല്ലോ. കറണ്ടിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമാണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി കാലാവസ്ഥ. അപ്പോൾ പ്രകൃതി നമുക്ക് അനുകൂലമായതുകൊണ്ട്, അല്ലെങ്കിൽ മഴയായിരിക്കും. മഴയത്താകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ടിങ് കോമ്പൗണ്ട് ഇട്ട് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മൊത്തം ഇങ്ങനെ ചെയ്യണം അല്ലേ? വണ്ടി മൊത്തം ബോഡി. ഓക്കെ. ഗ്ലേസിങ് ആയിട്ട്
ഇപ്പം തന്നെ ഇതാ കണ്ടോ, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒഴുകുക അല്ലേ? ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇതിലൊരു കണ്ണാടി പോലെ നമുക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ വീഡിയോസ് പിടിക്കാം അല്ലേ?